ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റനിൽ. തിരുവനന്തപുരം അതിരൂപതയിൽ എലിക്കാട്ടൂർ സെന്റ് ജോസഫ് ഇടവക അംഗമാണ് ഞാൻ. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, വൈഫ്, 3 കുഞ്ഞുങ്ങൾ. ഞാൻ 17 വയസ്സ് വരെയും പഠിത്തങ്ങളിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും സന്തോഷമായി കഴിഞ്ഞുകൂടിയിരുന്നു. 17 വയസ്സിൽ എൻ്റെ ഓടിച്ചാടി നടന്ന പ്രായം എല്ലാത്തിനും നല്ല ഉഷാറുള്ള മകനായിരുന്നു. 17 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം എന്തോ ഭയത്തിന്റെ ഒരു ഭയം എന്നിൽ തട്ടി. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഞാൻ വീട്ടിൽ ആയിരിക്കുകയും വീട്ടിൽ പപ്പായ്ക്കും മമ്മിക്കും ഒരു റൂമിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്ന് അവർക്ക് എന്നെ കുറിച്ച് വളരെ ഭാരമായി. അവരെ ആരും കാണണ്ട എന്നും ഒരു റൂമിൽ, ഇരുട്ട് റൂമിൽ തന്നെ വേണമെന്നും, കൂട്ടുകാരെ വേണ്ട, എങ്ങും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, കാണുന്നവര് കളിയാക്കും എന്ന് മനസ്സിന്റെ കുറെ ഭീതി. അങ്ങനെ എന്നെ കുറെ നാൾ കഴിഞ്ഞ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറെ മരുന്നുകൾ കഴിച്ച് അതിൽ നിന്ന് റിക്കവറായി. വീണ്ടും ഞാൻ JCB പഠിക്കാനായിട്ട് പോന്നു. അങ്ങനെ 2 വർഷം JCB പഠിക്കാൻ പോയി. ലാസ്റ്റ് 2ാമത്തെ വർഷവും വീണ്ടും അങ്ങനെ ഒരു ഭയം വീണ്ടും കൂടി. വീണ്ടും അതൊരു 5-6 മാസം അങ്ങനെ നീണ്ടു നിൽക്കും. അങ്ങനെ ആരെയും കാണല്, ആരോടും സംസാരിക്കല്, അങ്ങനെ അവർക്കെല്ലാം എന്നെ കാണുമ്പോൾ ഒരു അവജ്ഞ, കളിയാക്കല്, മാനസിക രോഗി, അല്ലെങ്കിൽ അവന് വിഭ്രാന്തി, അങ്ങനെല്ലാം കേട്ട് 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 ലാസ്റ്റ് മരണം മതി എന്ന് തീരുമാനിക്കുന്നു. പള്ളിയിൽ പോകത്തില്ല, മറ്റുള്ള സമൂഹത്തിൽ ഇറങ്ങത്തില്ല. അങ്ങനെ 2-3 പ്രാവശ്യം മരണത്തിന് നോക്കുന്നു, ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അവിടൊന്നും ആത്മഹത്യ ശ്രമിച്ചിട്ടും മരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ 23ാമത്തെ വയസ്സിൽ എന്നെ വിവാഹം ആലോചിക്കുന്നു. വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം വളരെ സന്തോഷമായിട്ട് പോകുന്നു. വീണ്ടും 1 വർഷം കഴിഞ്ഞ് വീണ്ടും മൗനമായി, വീണ്ടും ഒരവസ്ഥ. അങ്ങനെ വൈഫും ഇത് കാണുന്നു. ആകപ്പാടെ നാട്ടുകാർക്ക് ഒന്നുകൂടെ ഒന്ന് കളിയാക്കി ചിരിക്കാൻ ഒരു അവസരം. അന്നേരവും വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ കുഞ്ഞ് 1 വയസ്സാവുന്നു. അവനൊരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പൈസയില്ല. അങ്ങനെ വീണ്ടും 5ാമത് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അങ്ങനെ 90 ഉറക്ക ഗുളിക എടുത്ത് കഴിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ മരിച്ചില്ല. അപ്പോ വൈഫ് വേറെ ഏത് പെൺകൊച്ചുങ്ങളായാലും അത് ഉപേക്ഷിച്ചിട്ട് പോകും. ഇങ്ങനെ ഒരു മകനെ താങ്ങാൻ വേറെ ഒരു ഇപ്പോഴത്തെ തലമുറയിൽ ആർക്കും അത് താങ്ങാൻ പറ്റത്തില്ല. ആ വൈഫ് എന്നെ വീണ്ടും റിക്കവറി ആക്കി. വീണ്ടും 25ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു വിസ വരുന്നു. അങ്ങനെ ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ പോയി 1 കൊല്ലം കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് ഭയങ്കര ധൈര്യമാവുന്നു. ഈ 23 വയസ്സിന് മുമ്പും എൻ്റെ 17ാമത്തെ വയസ്സിൽ തൊട്ട് ഞാൻ മദ്യപാനം തുടങ്ങും. മദ്യപാനവും പുകവലിയും തുടങ്ങും. ആ കാര്യങ്ങളെല്ലാം ഈ ഗുളികൾ കഴിക്കുന്ന സമയമാകുമ്പോൾ വീണ്ടും നിർത്തും, ഡോക്ടർമാർ പറഞ്ഞിട്ട്. വീണ്ടും ഞാൻ മദ്യപിക്കും. വീണ്ടും ഡോക്ടർമാർ പറയുമ്പോൾ നിർത്തും. പക്ഷെ എൻ്റെ 25ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ, ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അവിടുന്ന് ഞങ്ങള് അതുകൊണ്ട് മദ്യപിക്കും, അതുകൊണ്ട് സിഗരറ്റ് വലിക്കും. ഭയങ്കര ധൈര്യമായി. ധൈര്യം എന്തും ചെയ്യാനുള്ള, അതായത് ഒരുത്തനെ അടിക്കണോ ഒരുത്തനെ കൊല്ലണോ എന്ന് വെച്ചാലും അത്രയ്ക്ക് ധൈര്യമായിരുന്നു എൻ്റെ. പിന്നെ 2ാമത്തെ സ്റ്റേജ് അത് നാട്ടിൽ വന്നിട്ടും അത് അതിരൂക്ഷമായി. ഏതൊരു ഉത്സവം കലക്കണമെങ്കിലും ഏത് പരിപാടിയിലും അത്ര ആൾക്കൂട്ടം ഉണ്ടെങ്കിലും അത്രയ്ക്ക് ധൈര്യമായി, അത്രയും പേടിച്ചൂറിയായിരുന്നു. പിന്നെ ഞാൻ അത്രയും ധൈര്യമാകുന്നു. അങ്ങനെ നാട്ടില് ഏത് പ്രശ്നത്തിലും ഇടപെടും. ഏത് പ്രശ്നം അടിയുണ്ടാക്കാനായാലും ദൂരദേശങ്ങളിലാണ് കൂടുതലും പോയി അടിയുണ്ടാക്കുന്നത്. നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതെ ദൂരത്ത് പോയി അടിയും വഴക്കും ഉണ്ടാക്കുന്ന ഒരു കാലമായി. അങ്ങനെ വീട്ടിൽ ആകെപ്പാടെ അസ്വസ്ഥത. പണ്ട് മൗനമായിട്ടിരിക്കുമായിരുന്നു.
ഇന്ന് ആ മൗനം മാറി ധൈര്യത്തിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും ഭയങ്കര പ്രശ്നമായി. അങ്ങനെ കൂട്ടുകാരുമായിട്ട് മദ്യപാനം കൂടി, കാറുകളിലും പോയി മദ്യപിച്ച് രാത്രി 1 മണിയായി 2 മണിയൊക്കെയാണ് വീട്ടിൽ കയറി വരുന്നത്. ആ അവസ്ഥയിലേക്ക് വീട്ടുകാർ വീണ്ടും രണ്ടാമത്തെ അവസ്ഥ അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പപ്പ എന്റെ അവസ്ഥ കണ്ടിട്ട് പപ്പയ്ക്ക് ആകെപ്പാടെ തളർന്ന്. അങ്ങനെ പപ്പ ഒരു ദിവസം എന്നെ വഴക്ക് പറയും. എനിക്കത് താങ്ങാൻ പറ്റില്ല. എന്റെ ബൈക്കൊക്കെ ഞാൻ പൊക്കിയെടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങുന്നു. ലാസ്റ്റ് ഈ വീട്ടിലെ മതിലൊക്കെ ഒറ്റ ചവിട്ടിന് തള്ളിക്കളഞ്ഞ് അവർക്ക് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞ് ടാങ്കൊക്കെ എത്താൻ പറ്റാഞ്ഞിട്ട് തൂമ്പ വെച്ച് വെട്ടിപ്പൊട്ടിക്കുന്നു. അങ്ങനെ വെട്ടിപ്പൊട്ടിച്ചതിന് ശേഷം ഞാൻ വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളെ ഒന്നും എനിക്കിനി വേണ്ട, ഞാൻ ഇനി എന്റെ രീതിയിലേക്ക് ഞാൻ തിരിയുകയാണ്. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഡ്രസ്സുകളും എന്റെ ലൈസൻസും പാസ്പോർട്ട് ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി ഞാൻ പുനലൂർ സ്റ്റാൻഡിൽ വന്ന് ബസ് കാത്തു നിൽക്കുമ്പോൾ വരുന്ന വേളാങ്കണ്ണി ബസ്സാണ്. ഞാൻ വേളാങ്കണ്ണി ബസ് കയറി വേളാങ്കണ്ണി ഇറങ്ങിയിട്ട് ബാംഗ്ലൂർ പോയി അവിടെ കളിക്കാം, അല്ലെങ്കിൽ അവിടെ വെട്ടോ കുത്തോ എങ്ങനെയും ഒക്കെ ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കണം, കുറെ വെള്ളം അടിക്കണം. ജീവിതത്തിൽ അതാണ് എന്ത് നേടാന്നുള്ള ഒരു പവറായി. എന്നിൽ എന്തോ ഭയങ്കര ശക്തിയുണ്ട്, എനിക്ക് എന്താ നേടാമെന്ന്. ആരെ വെട്ടിയാലും കുത്താനായാലും എല്ലാം ധൈര്യമായി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. പോയപ്പോഴാണ് ഈ വേളാങ്കണ്ണി ബസ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ വേളാങ്കണ്ണി ബസ്സിൽ കയറി ഞാൻ വേളാങ്കണ്ണി ചെന്നിറങ്ങുന്നു. എന്നാ ഇവരെല്ലാം പറയുന്ന മാതാവുണ്ട്, എന്നാ ആ മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് വേളാങ്കണ്ണി അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ഞാൻ ചെന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നി ഒന്ന് സിഗരറ്റ് വലിച്ചേക്കാന്ന് തോന്നി. അങ്ങനെ ആ കടൽ തീരത്തേക്ക് പോകുന്നു. സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല. അന്ന് വരെ 5 പാക്കറ്റ് വിൽസും അത് കഴിഞ്ഞാൽ പിന്നെ കട്ടൻ ബീഡി അങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ വേളാങ്കണ്ണി അമ്മയെ കണ്ട ശേഷം കടൽപ്പുറത്ത് നിന്ന് വലിക്കാൻ നോക്കുന്നു. എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഞാൻ എന്താ കാര്യം, ഇത്രയും നാൾ വലിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ പറ്റാത്തതെന്ന് നോക്കി വീണ്ടും മാതാവിന്റെ അടുത്ത് വരുന്നു. മാതാവിന്റെ അടുത്ത് വന്ന് എന്തോ ഒരു ടച്ച് തോന്നി. അങ്ങനെ ഞാനൊരു 5-6 ദിവസം ആ മാതാവ് പ്രത്യക്ഷപ്പെട്ടെടുത്ത് കിടക്കും. വൈകുന്നേരങ്ങളിൽ വീണ്ടും ആ പള്ളിയുടെ മുറ്റത്ത് തന്നെ കിടന്നുറങ്ങും. വീണ്ടും രാവിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടെടുത്ത് വന്ന് കിടക്കും. അങ്ങനെ 2ാമത്തെ ദിവസം ഞാൻ ഒരു മകനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ 7 ദിവസം വരെ എൻ്റെ കൂടെ കഴിഞ്ഞ് 7ാമത്തെ ദിവസം എന്നോട് പറയുന്നു. ഞാൻ 7ാമത്തെ ദിവസമാണ് പുള്ളിയോട് പേര് ചോദിക്കുന്നത്. പേര് ചോദിച്ചു, എന്താണ് പേര്? അന്നേരം പറയുന്നത് എന്റെ പേര് പ്രഭു, എനിക്കൊരു മകനുണ്ട് ലോകനാഥൻ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ അന്ന് ഫോണുണ്ടായിരുന്നു. ഫോൺ വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ബാ നമുക്ക് അവിടെ വരെ പോകാന്ന് പറഞ്ഞു. ഞാൻ മേടി ഒരു തമിഴ് ധ്യാനമാണോ എന്തോന്ന് എനിക്കറിയില്ല, അന്ന് അതിനെ കുറിച്ചൊന്നും അറിയില്ല. പുള്ളി അവിടെ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു താഴെ പോയിട്ട് വാന്ന് പറയുന്നു. ഞാൻ താഴെ പോയപ്പോൾ മലയാളത്തിന്റെ സൗണ്ട് കേൾക്കുന്നു. അന്ന് 7ാമത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, കയ്യായിരുന്ന പൈസ എല്ലാം തീർന്നു. 7ാമത്തെ ദിവസം വിശപ്പ് കാരണമാണ് ചെല്ലുന്നത്. അത് കയ്യിലെ പൈസയും തീർന്ന്, വീട്ടിൽ പോകാൻ ഇനി പൈസ ഇല്ല, എങ്ങും പൈസ ഇല്ലാത്തതുകൊണ്ട് താഴത്തെ മലയാളത്തിന്റെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ ഇന്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന ഒരു ഗ്രൂപ്പിന്റെ ധ്യാനമാണ് അവിടെ നടക്കുന്നത്. അവിടെ ജിനോ ബ്രദർ ആദ്യം എന്നെ കാണുന്നു. ബ്രദർ എന്നോട് പറയുന്നു, മോനെ നിന്നെ കുറിച്ച് ഈശോ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് ഈശോ എന്ന് പറയുന്നു. പക്ഷെ എങ്കിൽ ഞാൻ അത്ര വിശ്വാസത്തിലോ ഒന്നും അല്ലായിരുന്നത് കൊണ്ടും ഞാൻ വെറും അത്ര താഴ്ന്നയിൽ നിന്ന് വന്നത് കൊണ്ടും എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വീണ്ടും എന്നോട് പറയുന്നു, മോനെ നീ ആഹാരം കഴിച്ചിട്ട് വാ. അങ്ങനെ ഞാൻ പോയി അന്ന് ആഹാരം കഴിക്കുന്നു, കഴിച്ചിട്ട് തിരിച്ചു വരുന്നു. അന്നേരം ഇന്റർസെഷൻ ഫോർ ഇന്ത്യയിലെ ലീഡറായ ജോയ്സൺ ബ്രദർ വരുന്നു. ജോയ്സൺ ബ്രദർ അന്ന് വന്ന് എന്നോട് പറയുന്നു, ഒരു വചനമാണ് ജോയ്സൺ ബ്രദർ ആദ്യം പറഞ്ഞത്, മത്തായി 6:33. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആ ഒരു വചനം പറഞ്ഞപ്പോൾ എന്തോ
എന്റെ മനസ്സിൽ ഒരു ടച്ച് തോന്നി. ഈശോ ഉണ്ട്, ഈശോയെ കാണണം എന്നൊരു ആഗ്രഹം തോന്നുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു 3 ദിവസം ധ്യാനമുണ്ട്, ഇവിടെ കൂടാൻ പറയുന്നു. അങ്ങനെ 3 ദിവസം ഞാൻ ധ്യാനത്തിന് കൂടുന്നു. 3-ാമത്തെ ദിവസം ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയാണ് ജപമാല വട്ടത്തിൽ നിന്ന് ചൊല്ലി 10-20 പേര് വട്ടത്തിൽ ചൊല്ലുന്നത്. ആ ഒരു പ്രാവശ്യം ഞാൻ അവരുടെ കൂടെ വട്ടത്തിൽ നിന്ന് ചൊല്ലുമ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കവേ സുഗന്ധം, മുല്ലപ്പൂവിന്റെ സുഗന്ധം അത്രമേല് എന്നിലേക്ക് വരുന്നു. ഞാൻ നോക്കുമ്പോൾ അടുത്തൊന്നും മുല്ലപ്പൂ കാണുന്നില്ല, പക്ഷെ എന്തോ നല്ല സുഗന്ധം. അതായത് ലോകത്ത് ഒരു മണവും അത്രയും മണമില്ല, അത്ര സുഗന്ധമായ ഒരു മണമാണിത് ആ സമയത്ത് എനിക്ക് കിട്ടിയ. ആ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നത് റീത്ത ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയായിരുന്നു. ചേച്ചിയോട് ഞാൻ ചോദിക്കുന്നു, ചേച്ചി എന്താണ് ഇതൊരു മണം വരുന്നുണ്ട്, എന്താണ് ചേച്ചി എന്ന് ചോദിക്കുന്നു. ചേച്ചി പറഞ്ഞു, മാതാവ് നിന്നെ തൊട്ടയാണെന്ന് പറയുന്നു. അന്ന് വരെ ജപമാല എന്താണെന്ന് അറിയാത്ത ഞാൻ ജപമാല കയ്യിലെടുക്കുന്നു. വടിവാളം കത്തികളും എടുത്ത കയ്യിൽ അന്ന് തൊട്ട് ഞാൻ ജപമാല എടുത്തു തുടങ്ങി. ജപമാല അന്ന് തൊട്ട് ഒരു ആയുധമാക്കി എന്റെ കയ്യെ. അങ്ങനെ 3-ാമത്തെ ദിവസം എന്നോട് ചോദിക്കുന്നു, മോനെ നീ ഞങ്ങളുടെ കൂടെ തൃശ്ശൂർ വരുന്നുണ്ടോ എന്ന്. തൃശ്ശൂർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ്, ബ്രദറെ ഇല്ല, എനിക്ക് വണ്ടിക്കൂലി തന്നാൽ അത് ഞാനങ്ങ് വീട്ടിൽ പൊയ്ക്കോളാം എന്ന് പറയുന്നു. എങ്കിലും അവിടുന്ന് ഈശോ തൊട്ട ആ വചനം, അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാൻ എന്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തൃശ്ശൂർ വരുന്നു. 3 വർഷം തൃശ്ശൂര് ഇന്റർസെഷൻ ഫോർ ഇന്ത്യയുടെ കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ഭക്ഷണ ശുശ്രൂഷയിലും ബാക്കി എല്ലാ ശുശ്രൂഷകളിലും കൂടെ നിന്ന് 3 വർഷം ഞാൻ പലപ്പോഴും അവിടുന്ന് എന്റെ 2-3 പ്രാവശ്യം അവിടുന്ന് എല്ലാം എതിർത്ത് എന്റെ പഴയ സ്വഭാവത്തിൽ 2 പ്രാവശ്യം ചാടിപ്പോയെങ്കിലും വീണ്ടും ബ്രദേഴ്സ് അതിശക്തമായിട്ട് എന്നെ തിരിച്ചു വിളിച്ച് വീണ്ടും ഞാൻ ഒരു 3 വർഷം, അതായത് 3 വർഷം പൂർത്തിയാക്കി ശുശ്രൂഷകളിലെല്ലാം കൂടെ നിന്ന് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച് എന്നെ വീണ്ടും എന്റെ പഴയ ജോലിയിലേക്ക്, JCB പഠിച്ച ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. വീട്ടിൽ ചെന്ന് അവരോട് കൂടെ സന്തോഷമായിട്ട് എൻ്റെ അപ്പന്, അമ്മ, വൈഫ്, 3 കുഞ്ഞുങ്ങളും ഇന്ന് സന്തോഷമായിട്ട് കഴിയുന്നു. ഇന്ന് വീട്ടിലെ ആനന്ദം വളരെയാണ്. അതിലുപരി, അതായത് ഞാൻ എൻ്റെ യുവത്വം നശിപ്പിച്ചു കളഞ്ഞതിൽ ഇന്ന് യുവാക്കളെ ഏറ്റവും കൂടുതൽ നശിക്കുന്നു എന്ന് ലോകം ആ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. എങ്കിലും യുവാക്കളുടെ കൂടെ അവർക്കൊരു മാതൃകയായിട്ട്, എൻ്റെ ജീവിതം ഒരു മാതൃകയായിട്ട് ഇന്ന് 5-6 വർഷമായിട്ടും മദ്യപിക്കാതെ അവരുടെ കൂടെ ഇരിക്കും, സിഗരറ്റ് വലിക്കാതെ അവരുടെ കൂടെ ഇരിക്കും, അവരുടെ കൂടെ എല്ലാ ആവശ്യങ്ങളിലുണ്ട്. അന്ന് എന്റെ ഇടവകയെ പോലും എനിക്ക് ദുഃഖവെള്ളി പോലും കാണിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ആ പള്ളിയിൽ കയറി അടിച്ചു തകർത്തിട്ടുണ്ട്. അടിച്ചു തകർത്ത് അവിടുത്തെ തേക്കും അതും ഇതും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ദുഃഖവെള്ളി പോലും എന്നെ കാണിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ പോലും ആർക്കും വേണ്ടാതെ കല്ലറയിൽ പോയി കിടന്നിട്ടുണ്ട്. അവനെ കൊണ്ട് കല്ലറയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്ലറയിൽ പോയി കിടന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ ഈ പള്ളിക്ക് എല്ലാ ദിവസവും കുർബാന കാണുകയും എല്ലാ ഞായറാഴ്ചകളിലും ദിവ്യബലി അർപ്പിക്കാനായി അൾത്താരയിൽ കയറുകയും അതും ദിവസവും ബൈബിൾ കൊണ്ട് തന്നെ പള്ളിയിൽ പോവുകയും പള്ളിയോട് ചേർന്ന് പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ വീടാണ് എന്ന പള്ളിയോട് ചേർന്ന് ഇന്ന് ആ പള്ളിക്ക് ഞാനെല്ലാം ആണ്, എൻ്റെ നാടിന് ഞാനെല്ലാം ആണ്. അതെന്റെ ഈശോ തന്ന ശക്തിയാണ്. അമ്മ മാതാവ് എനിക്ക് തന്ന ശക്തിയാണിത്.